പ്രിയ മേഡം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മേഡം രാശിയിൽ നിൽക്കുന്നതിനാൽ ഒരു ബിസിനസ് യാത്ര നിങ്ങളെ തിരക്കിലാക്കും. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ഈ ബിസിനസ് യാത്ര ഫലപ്രദമായിരിക്കും. കാരണം നിങ്ങൾക്ക് ഗണ്യമായ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുകയും അസൂയാവഹമായ ഒരു തൊഴിൽപരമായ പ്രശസ്തി വികസിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ചില സഹപ്രവർത്തകർ നിങ്ങളുടെ നേട്ടത്തിൽ അസൂയപ്പെടും. നിങ്ങളുടെ തൊഴിലിൽ നിങ്ങളുടെ പ്രശസ്തി മെച്ചപ്പെടും. മികച്ച ഫലങ്ങൾക്കായി വൈകുന്നേരം 5 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ പ്രധാനപ്പെട്ട മീറ്റിംഗുകളോ പരിപാടികളോ ക്രമീകരിച്ച് ഈ അനുകൂല കാലഘട്ടം പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ ഭാഗ്യനിറമായ ഇളം പച്ച ഉപയോഗിക്കുക. ഈ വർഷം നിങ്ങളുടെ ജാതകത്തിൽ ശനി ശക്തനായതിനാൽ മറഞ്ഞിരിക്കുന്ന തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. പ്രതിവിധി: പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പ്രിയ ഇടവം രാശിക്കാരെ, ചന്ദ്രൻ മേഡം രാശിയിൽ സംക്രമിക്കും. അത് ഒരു നല്ല അടയാളമാണ്. ഇന്ന് നിങ്ങൾക്ക് സ്വയം കുറച്ച് നിമിഷങ്ങൾ ചെലവഴിക്കാൻ കഴിഞ്ഞേക്കും. കാര്യങ്ങൾ നിങ്ങളുടെ യോജിപ്പുള്ള ചിന്താഗതിയുമായി യോജിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തിയേക്കാം. എല്ലായിടവും രാശിക്കാർക്കും അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഇത് ഏറ്റവും നല്ല ദിവസമാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ സിറ്റിവിറ്റി നിറയ്ക്കും. മൊത്തത്തിൽ നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രണത്തിലായിരിക്കുന്നതിനാൽ ഇത് നിങ്ങൾക്ക് ഒരു മികച്ച ദിവസമായിരിക്കും. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് സ്വർണ്ണ നിറത്തിലുള്ള എന്തെങ്കിലും ധരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ദിവസത്തിലെ ഭാഗ്യനിറമാണ്. ഇന്ന് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ശുഭസമയം. ഈ വർഷം രാഹുവിന്റെ ഊർജം നിങ്ങളെ ചുറ്റപ്പറ്റിയതിനാൽ ഏതെങ്കിലും ഒരു പ്രതിവിധി അല്ലെങ്കിൽ ഒരു പ്രവൃത്തി വൈകാരിക സന്തുലിതാവസ്ഥയും ശാന്തമായ ഐക്യവും കൊണ്ടുവരും. പ്രതിവിധി: വിശ്രമിക്കാനുള്ള ഇടവേള എടുക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, ചന്ദ്രൻ മേഡം രാശിയിലേക്ക് നീങ്ങുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് വിഷാദവും നിരാശയും തോന്നും. എന്നിരുന്നാലും നിങ്ങളുടെ നിരാശ മറ്റുള്ളവരിൽ തീർക്കുന്നത് ഒരിക്കലും സഹായകമല്ല. അതിനാൽ എന്തുതന്നെയായാലും ശാന്തമായിരിക്കുകയും നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നല്ല കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങൾ സ്വയം ശ്രദ്ധ തിരിക്കുകയും നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയും വേണം. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിച്ചതുപോലെ നിങ്ങൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കണം. കാരണം അത് ഇന്ന് നിങ്ങളെ കുഴപ്പത്തിലാക്കിയേക്കാം. വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ കൊണ്ടുവരും. കൂടാതെ പച്ച നിങ്ങളുടെ ഭാഗ്യനിറമാണ്. ഈ വർഷം വ്യാഴം സമൃദ്ധിയുടെ ഊർജങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനാൽ ചില പ്രതിവിധികൾ അല്ലെങ്കിൽ വസ്തുക്കൾ സാമ്പത്തിക പ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്രതിവിധി: വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയ കർക്കടകം രാശിക്കാരെ, ഇന്ന് തൊഴിൽപരമായ പുരോഗതിയുടെ ദിവസമാണ്. നിങ്ങളുടെ എല്ലാ പോരാട്ടങ്ങൾക്കും വിരാമമിട്ട് നിങ്ങളുടെ ശ്രമങ്ങൾ വിജയകരമാകുന്നത് നിരീക്ഷിക്കുക. ചന്ദ്രൻ മേഡം രാശിയിൽ സാന്നിധ്യമാറ്റി അറിയിക്കുന്നതിനാൽ ഒരു പുതിയ സ്ഥലത്തോ പുതിയ രീതിയിലോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പിന്തുടരാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ഗാർഹിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സഹായിക്കുന്ന ചില വിവരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കാം എന്ന് താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നു. ഇന്ന് പച്ചനിറം ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം അത് അശുഭകരമാണ്. വൈകുന്നേരം 3:15 മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയം ഇന്ന് ഭാഗ്യകരമായിരിക്കും. ഈ വർഷം വ്യാഴം നിങ്ങളുടെ ഊർജം വികസിപ്പിക്കുന്നതിനാൽ ധരിക്കുന്നത് നിങ്ങളുടെ അവബോധത്തെ നയിക്കും. കൂടാതെ വൈകാരിക ഭാരം സുഖപ്പെടുത്താനും കഴിയും. പരിഹാരം: പഴയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മേഡം രാശിയിൽ പ്രവേശിക്കുന്നതിനാൽ നിങ്ങളിൽ ചിലർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കും. നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അനുകൂല ഊർജങ്ങൾ നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും നൽകിയേക്കാം. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ മറുവശത്ത് വിശ്വസിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായോ സഹപ്രവർത്തകരുമായോ മോശമായി പെരുമാറുന്നത് മാത്രമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ നശിപ്പിക്കാനുള്ള ഏക വഴിയെന്നാണ്. ഇത്തരം സമയങ്ങളിൽ അധികാരസ്ഥാനങ്ങളിലുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ തെറ്റിദ്ധാരണകളോ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ പുതിയ ബിസിനസ് ഇടപെടലുകൾക്ക് സമയമെടുക്കും. അതിനാൽ വിവേകത്തോടെയും ക്ഷമയോടെയും മുന്നോട്ടു പോകുക. നീല നിങ്ങൾക്ക് ഭാഗ്യനിറമാണ്.
വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ഈ വർഷം രാഹുവിന്റെ നിഴൽ ഊർജ്ജം ശക്തമാകാം. സംരക്ഷണത്തിനും വ്യക്തതയ്ക്കും വേണ്ടി എന്തെങ്കിലും സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുക. പരിഹാരം: ഒരു പുസ്തകം വായിക്കുക. പ്രിയ കന്നിരാശിക്കാരെ, വളരെക്കാലമായി നിലനിന്നിരുന്ന ചില പിരിമുറുക്കങ്ങളുടെയും തർക്കങ്ങളുടെയും ഫലമായി ഇന്ന് നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടാം. എന്നിരുന്നാലും മേടം രാശിയിലെ ചന്ദ്രന്റെ നല്ല സ്വാധീനം കാരണം ഈ സംക്രമണം നിങ്ങളുടെ ചിന്തകളിൽ വ്യത്യസ്തമായ സ്വാധീനം ചെലുത്തുകയും ജീവിതത്തെക്കുറിച്ച് പുതിയ രീതിയിൽ ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ സ്വന്തം മനസ്സമാധാനത്തിനായി ഈ മോശം വികാരങ്ങളിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് കാര്യങ്ങൾ എളുപ്പത്തിൽ എടുക്കുക. എല്ലാ വിലകൊടുത്തും വഴക്കുകൾ ഒഴിവാക്കുക. പുതുതായി ലഭിച്ച ഈ ശാന്തത നിങ്ങളെ വിശ്രമിക്കാനും സമാധാനപരമായ മാനസികാവസ്ഥയിൽ നിലനിർത്താനും സഹായിക്കും. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ തവിട്ടുനിറം നിങ്ങളുടെ ഭാഗ്യനിറമായി ശുപാർശ ചെയ്യുന്നു. വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ഈ വർഷം ശനിയുടെ സ്വാധീനം ക്ഷമയെ പരീക്ഷിച്ചേക്കാം. സ്ഥിരോത്സാഹത്തെ പിന്തുണയ്ക്കാൻ ഒരു പുതിയ ഹോബി പരീക്ഷിക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ശുപാർശ ചെയ്യുന്നു. പ്രിയ തുലാം രാശിക്കാരെ, നിങ്ങളുടെ ഉൾക്കാഴ്ച ഉപയോഗിക്കാനും വേഗത കുറയ്ക്കാനും ഇത് ഒരു മികച്ച ദിവസമാണ്. ചന്ദ്രൻ മേടം രാശിയിൽ അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നതിനാൽ സ്വയം കേന്ദ്രീകരിക്കാനും നിങ്ങളുടെ ശ്രദ്ധ കുടുംബജീവിതത്തിലേക്ക് മാറ്റാനും സമയം കണ്ടെത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കുകയും നിങ്ങളുടെ ബന്ധങ്ങളിലെ നല്ല ഘടകങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും കൊണ്ട് സ്വയം സന്തോഷിപ്പിക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ശുപാർശ ചെയ്യുന്നു. കാരണം ഇത് നിങ്ങൾക്ക് ചികിത്സാപരമായ സ്വാധീനം ചെലുത്തും. മികച്ച ഫലങ്ങൾക്കായി വൈകുന്നേരം 4:30 മുതൽ വൈകുന്നേരം 6 മണി വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. തവിട്ടുനിറം ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറമാണ്. ഈ വർഷം ശനിയുടെ തീവ്രമായ ഊർജ്ജ ചെറുക്കാൻ ഒരു സംരക്ഷണ തകിട് ധരിക്കാനോ അല്ലെങ്കിൽ ശാന്തമായ ഒരു കല്ല് അടുത്ത് സൂക്ഷിക്കാനോ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ശുപാർശ ചെയ്യുന്നു. പ്രതിവിധി: പതിവായി വ്യായാമം ചെയ്യുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മേടം രാശിയിലേക്ക് മാറുന്നതിനാൽ അത് നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ പ്രശ്നങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. ഈ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും നിങ്ങൾക്ക് പോസിറ്റിവിറ്റി നൽകുകയും ചെയ്യും. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ദിവസം ആസ്വദിക്കാൻ നിർദ്ദേശിക്കുന്നു. ഇത് നിങ്ങളുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ കൂടുതൽ നിറങ്ങൾ വിതറും. ഇന്ന് നിങ്ങൾക്ക് സ്വർണ്ണ മഞ്ഞ നിറത്തിലുള്ള എന്തും ധരിക്കാം. ഇത് ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറമാണ്. നല്ല ഭാഗ്യം ആകർഷിക്കാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട മീറ്റിംഗോ ഇടപാടോ ഉണ്ടെങ്കിൽ അനുകൂലമായ ഫലങ്ങൾക്കായി വൈകുന്നേരം 3:30 മുതൽ വൈകുന്നേരം 5 മണി വരെ ഷെഡ്യൂൾ ചെയ്യാം. ഈ വർഷം ശനിയുടെ കഠിനമായ പാഠങ്ങൾക്കിടയിൽ വൈകാരിക വ്യക്തതയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. പ്രതിവിധി: ശാന്തമായ സംഗീതം കേൾക്കുക. പ്രിയ ധനുരാശിക്കാരെ, ചന്ദ്രൻ ഇപ്പോഴും മേടം രാശിയിലാണ്. ഇന്ന് പുതിയ എന്തെങ്കിലും ആരംഭിക്കാൻ നല്ല ദിവസമാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായ തലത്തിൽ. കുടുംബസംഗമങ്ങൾക്കോ സുഹൃത്തുക്കളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാനോ പറ്റിയ ഒരു മികച്ച ദിവസം. നിങ്ങളുടെ മുൻഗണനകൾ ശരിയായി നിലനിർത്താൻ നിങ്ങളുടെ കുടുംബം നിങ്ങളെ സഹായിക്കുന്നു. ഈ വാലന്റൈൻസ് ദിനം നിലവിലുള്ള സൗഹൃദങ്ങളെ ശക്തിപ്പെടുത്തും. ഇന്ന് ഇൻഡിഗോ നിങ്ങളുടെ ഭാഗ്യനിറമാണ്. കൂടാതെ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉച്ചയ്ക്ക് 12:30-ക്കും വൈകുന്നേരം 3 മണിക്കും ഇടയിൽ പ്രധാനപ്പെട്ട പരിപാടികൾ ക്രമീകരിക്കാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. ഈ വർഷം വ്യാഴം ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനാൽ പുതിയ അവസരങ്ങൾ ആകർഷിക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ കൃതജ്ഞത പരിശീലിക്കാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. പ്രിയ മകരം രാശിക്കാരെ, മേടം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ പ്രശ്നങ്ങൾ ഒന്നൊന്നായി കുമിഞ്ഞു കൂടുന്നതിനാൽ നിങ്ങളുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമല്ലെങ്കിൽ പോലും ഇത് ഉടൻ അവസാനിക്കും. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ഓരോ കാര്യവും നിഷ്പക്ഷമായ യുക്തിയോടെ ഒരേ സമയം കൈകാര്യം ചെയ്യുക എന്നതാണ് പരിഹാരം. അത് സാധ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളുടെ സഹായം തേടുക. പ്രശ്നങ്ങൾ വരുന്നു പോകുന്നു.
ഇത് നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ കടന്നുപോകും. വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് ഏതെങ്കിലും പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യാൻ ഓർക്കുക. നിങ്ങൾക്ക് അത് പ്രശ്നങ്ങളില്ലാതെ ചെയ്യാൻ കഴിയും. ഇന്ന് മരതക പച്ച നിറം ധരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഭാഗ്യം കൊണ്ടുവരും. ഈ വർഷം രാഹുവിന്റെ പ്രവചനാതീതമായ പ്രവാഹങ്ങളോടൊപ്പം താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളെ സ്വയം സ്ഥിരപ്പെടുത്താൻ ഉപദേശിക്കുന്നു. പ്രതിവിധി: സമ്മർദ്ദമുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയ കുംഭം രാശിക്കാരെ, ചന്ദ്രൻ മേടം രാശിയിൽ പ്രബലനായി നിൽക്കുന്നതിനാൽ നിങ്ങൾ ചില തീരുമാനങ്ങൾ തിടുക്കത്തിൽ എടുത്തേക്കാം. എന്നിരുന്നാലും താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ഇത് ഇന്ന് നിങ്ങൾക്ക് അഭികാമ്യമല്ല. നിങ്ങൾ ദേഷ്യത്തിലോ നിരാശയിലോ ആയിരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും എടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശുപാർശ ചെയ്യുന്നു. പകരം ദീർഘകാല നേട്ടങ്ങൾക്കായി കൂടുതൽ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമായിരിക്കും. കൂടാതെ നീലനിറം ഇന്ന് നിങ്ങൾക്ക് തീർച്ചയായും ഏറ്റവും ഭാഗ്യമുള്ള നിറമാണ്. ഈ വർഷം ശനി പ്രധാന മേഖലകളെ രൂപപ്പെടുത്തുന്നതിനാൽ സ്ഥിരത നിലനിർത്താൻ ഒരു പ്രത്യേക വസ്തുവിനെ സമീപത്ത് വയ്ക്കുക. പ്രതിവിധി: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയ മീനം രാശിക്കാരെ, ചന്ദ്രൻ ഇപ്പോഴും മേടം രാശിയിൽ ആയതിനാൽ ഈ സംക്രമണം വലിയ ഊർജം കൊണ്ടുവരുന്നതിനാൽ നിങ്ങൾക്ക് സന്തോഷകരവും ലാഭകരവുമായ ഒരു ദിവസം പ്രതീക്ഷിക്കാം. ഇന്ന് എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറും. ദീർഘകാല നിക്ഷേപത്തിന്മേലുള്ള പ്രതിഫലം നിങ്ങൾക്ക് ഒടുവിൽ ലഭിക്കും. ഈ വാർത്തയിൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. അതിനാൽ ഇത് നിങ്ങൾക്ക് നൽകുന്ന അപ്രതീക്ഷിത പണത്തിന്റെ വരവിൽ നിങ്ങൾ അതിയായി സന്തോഷിക്കും. ഭാവിയിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി പണം മാറ്റിവെക്കാൻ തുടങ്ങാനുള്ള മികച്ച നിമിഷമാണിത്. ഇളം മഞ്ഞ നിറം നിങ്ങളുടെ ഭാഗ്യനിറമാണ്. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ശനിയുടെ ശക്തമായ സ്വാധീനത്തോടെ അല്ലെങ്കിൽ ഒരു ശ്രദ്ധയും സന്തുലിതാവസ്ഥയും വർദ്ധിപ്പിക്കാൻ കഴിയും. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഒരു പ്രതിവിധിയായി ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യാൻ ശുപാർശ ചെയ്യുന്നു.